നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ആത്മീയമെന്നും ഭൗതികമെന്നും പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എത്രമാത്രം ഉണ്ട് എന്നാണ്. അത് ഭൗതികവാദികൾ ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഈ ആത്മീയം എന്ന് പറയുന്ന വശത്തെക്കുറിച്ച് എത്രമാത്രം അറിവില്ലായ്മ ഉള്ളതുകൊണ്ടാണ് തങ്ങളുടേതായ കടുംപിടുത്തങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഭൗതികം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതമാകുന്നത് എന്നാണ്. ഭൂതമാകുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് വരുന്നതിനെയാണ് ഭൂതമാകുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു അങ്ങേറ്റം ചെല്ലുമ്പോഴേ ചെറുതായി ഏറ്റവും ചെറുത് വരെ നമുക്ക് കാണാൻ പറ്റുന്നത് എത്രയാണോ അതിന് അവിടം തൊട്ടാണ് നമ്മൾ ഭൂതമാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഭൂതമാകുന്ന അവസ്ഥ വളരെ ചെറുതായിരിക്കും എന്നർത്ഥം. അത് തൊട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഭൂതം എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താണ്? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അവസ്ഥയാണ് ഭൂതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വാസ്തവത്തിൽ അത് അനുഭൂതമാകുമ്പോൾ പ്രശ്നമില്ല. അനുഭൂതം എന്ന് പറഞ്ഞാൽ അത് തുടർന്ന് വരുന്നതാണ്. അതിനാണ് അനുഭവം അനുഭൂതം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഭൂതാവസ്ഥ എന്ന് പറയുന്നത് ഇന്ദ്രിയ ഗോചരത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ് ഭൂതം എന്ന് പറയുന്നത്. പണ്ട് ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഭൂതം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരു രൂപത്തെ സാധാരണക്കാര് സങ്കല്പിച്ചു വന്നത്. ഭൂതം എന്ന് പറഞ്ഞാൽ അനുഭവത്തിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥയുടെ ആരംഭമാണ്. അത് പക്ഷേ നമ്മളുടെ സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നതല്ല. നമുക്ക് എക്വിപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇതിനെ നമ്മൾ ഭൂതങ്ങളുടെ ഗണത്തിലേക്ക് വിടുത്തു. അതാണ് ഭൂതത്തെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ദിവ്യദൃഷ്ടി വേണം. അല്ലാതെ എല്ലാവർക്കും ഭൂതത്തെ കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുത്തത്. നമ്മളെല്ലാം ദിവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യം എന്ന് പറഞ്ഞാൽ ശൂന്യമായിട്ടുള്ള ഒരു ആകാശം പോലെ എന്ന് പറഞ്ഞാൽ ശൂന്യമായിട്ടുള്ളൊരവസ്ഥയെ പോലെ ദ്യോതിപ്പിക്കുന്നതാണ് ദിവ് ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആകാശം പോലെ ഇരിക്കും, പക്ഷെ ആകാശം ശൂന്യമല്ല. അത് ഭൗതികത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിവ്. അപ്പോൾ ആ സൂക്ഷ്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സൂക്ഷ്മ തലങ്ങളിലേക്ക് ചെല്ലാൻ സഹായിക്കുന്ന എന്തും ദിവ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൂരെയുള്ള ഒരു നക്ഷത്രത്തെ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടെലസ്കോപ്പ് ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളിവിടെ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതും ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ശൂന്യം എന്ന് നമ്മൾ ധരിക്കുന്നതിൽ ഉൾപ്പെടുന്ന ആ
ഭൂതാവസ്ഥയെ കണ്ടുപിടിക്കാനാണ്. അതിനാണ് നമ്മൾ ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മൈക്രോസ്കോപ്പിന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കെന്താണ്? ഭൂതക്കണ്ണാടിയാണ്. ഭൂതങ്ങളെ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് എന്ത്? മൈക്രോസ്കോപ്പ്. ഒരു ശക്തിയുള്ള ലെൻസാണ്. ആ ലെൻസിനെ ക്രമീകരിക്കുന്ന എല്ലാ സെറ്റപ്പോടും കൂടി വരുമ്പോഴാണ് അത് മൈക്രോസ്കോപ്പായിട്ട് വരുന്നത്. അപ്പോൾ മൈക്രോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മൈക്രോ എന്ന് പറയുന്നു, മാക്രോ എന്ന് പറയുന്നു. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ, അനുഭവിക്കാൻ വിഷമമുള്ള ഒരു അവസ്ഥയിലുള്ളതാണില്ല, അത്ര സൂക്ഷ്മാവസ്ഥയിലേക്ക് ചെല്ലുന്നതാണ് മൈക്രോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നമ്മളുടെ ആ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ഇതിനെയൊക്കെ മൈക്രോകോസം, മറ്റത് മാക്രോകോസം എന്ന് പറയും. അത് നമുക്ക് കാണുന്ന അദൃശ്യപ്രപഞ്ചമാണ്. മനസ്സിലാണ്ടോ? അപ്പോൾ ഈ മൈക്രോ ആയിട്ടുള്ള അവസ്ഥയിലുള്ള അണുക്കളെയൊക്കെ കാണാനാണ് എന്തുപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഭൂതക്കണ്ണാടി, ഭൂതങ്ങളെ കാണാനാണ്. അപ്പോൾ ഭൂതങ്ങൾ എങ്ങനെ ഇരിക്കും നമ്മൾ കണ്ടു. എന്താണ്? നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ അണുക്കളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ പറഞ്ഞത് എന്താണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല, പിന്നെ ഭയങ്കര രോമാവൃതമായിട്ടൊക്കെ ഇരിക്കും, ജ്വലിക്കുന്ന കണ്ണുകൾ പോലെ, ചോര കണ്ണുകൾ, ചോര നിറമൊക്കെ ആയിട്ട് വരും. മനസ്സിലാണ്ടോ? ആ ജീവികളെ എന്നുവെച്ചാൽ സൂക്ഷ്മ ജീവികളെ കണ്ടാൽ ഇവര് പറയുന്ന അതൊന്ന് നമ്മളൊന്ന് വലുതാക്കി കണ്ടു കഴിയുമ്പോൾ ഭയാനകമായ രൂപമാണ് കാണുക. പക്ഷെ അത് അതിസൂക്ഷ്മമായതുകൊണ്ട് അത് പിന്നെ മൈക്രോസ്കോപ്പിൽ കൂടി കാണുമ്പോഴും അത് ഇത്രയില്ല നമ്മൾ വലുതാക്കി കാണുന്നതാണ് എന്നതുകൊണ്ടും നമുക്ക് ഭയം വരികില്ല എന്ന് മാത്രം. ആ ഒരു അവസ്ഥ സാധാരണ ഒരു നമ്മളുടെ നേരെ വരുന്ന ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിന്റെ വലിപ്പം ആ വലിപ്പത്തിലാണ് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. അതാണ് ഭൂതം. ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു രൂപമാണ് ഭൂതത്തിനുള്ളത് എന്ന് പറഞ്ഞത്. പിന്നെ അതിന് എല്ലാവർക്കും കാണാൻ പറ്റുകയില്ല, ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് വേണം കാണാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണമെന്നാണ് അന്നത്തെ ഭാഷയിൽ പറഞ്ഞത്. പിന്നെയോ അത് നമ്മളുടെ ചോര കുടിക്കും, നമ്മളെ കൊല്ലും. ശരിയാണ്. അണുക്കൾ നമ്മളുടെ ഉള്ളിൽ കയറി നമ്മൾ രക്തത്തെ ദുഷിപ്പിച്ച്, രക്തം കുടിച്ച് വളർന്ന് രക്തത്തെ ദുഷിപ്പിച്ച് നമ്മളെ കൊന്നുകളയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം എന്താണ്? ആ ഭൂതം വന്ന് നമ്മളുടെ ചോര കുടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഭൂതം കലർന്ന എന്തെങ്കിലും കാര്യം ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ വേണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഇതിന്റെ എല്ലാ വർണ്ണനകളും എടുത്തിട്ട് നമ്മൾ അതിനെ വലിയ ഏതാണ്ട് കാണാൻ പറ്റൂല, ഭയങ്കര വലുത്, ഭീകര രൂപി എന്ന് പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ എന്താണ് ആ രൂപത്തെ എടുക്കാതെ അതിനെ വലിപ്പത്തിൽ കാര്യം ചെയ്തുകൊണ്ട് എല്ലാം തെറ്റിദ്ധാരണകളുടെ പുറത്ത് നമ്മളുടെ വ്യാഖ്യാനങ്ങളുടെ തെറ്റുകൊണ്ട് പറഞ്ഞ ശാസ്ത്രീയ വശമൊന്നും മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഭൂതത്തെ വലിയ ഒരു ആകാരം കൊടുത്തുകൊണ്ട് അതിനെ നമ്മളെ കടിച്ച് കീറി ചോര കുടിക്കുന്ന ഒരു ജന്തുവായിട്ട് കണക്കാക്കിക്കൊണ്ട് ഭയപ്പെട്ടു തുടങ്ങി. പക്ഷെ അത് നമ്മൾ എന്താണ് അതിനെപ്പറ്റിയുള്ള വിശദീകരണം മുഴുവൻ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൂതം എന്ന് പറയുന്നത് എങ്ങനെയാണ് അറിവില്ലാത്തവരുടെ ഇടയിൽ അത് ഏതോ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു നമ്മളെ അപകടകാരിയായിട്ടുള്ള രക്തരക്ഷസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് നമ്മളുടെ ഭാവനകളിലൊക്കെ വരാൻ കാര്യം എന്താണ് എന്ന് മനസ്സിലായി. ഇതുപോലെയാണ് വ്യാഖ്യാനങ്ങളിലുള്ള പിഴവ് കൊണ്ടാണ്
നമ്മളുടെ ശാസ്ത്ര തത്വങ്ങളെയും ശാസ്ത്രവചനങ്ങളെയും നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് അകന്നകന്നകന്നു പോകാൻ ശ്രമിച്ചത്. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിൽ നിന്ന് അകന്ന്, അപ്പോഴത്തേക്കും എന്തുപറ്റി? അതിനൊപ്പം തന്നെ ഈ പാശ്ചാത്യ സംസ്കാരം നമ്മളെ പിടികൂടുകയും പാശ്ചാത്യർ പറയുന്നതെല്ലാം നമ്മളുടെ വേദവാക്യങ്ങളെക്കാൾ വലിയ വാക്യങ്ങളായിട്ടെടുക്കുകയും ചെയ്ത് നമ്മൾ ആ ഒരു അന്ധത, നമുക്ക് സത്യം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അന്ധത നമ്മളെ ബാധിപ്പിച്ചു. അതെങ്ങനെയാണ്? അത് വളരെ വളരെ ബുദ്ധിപൂർവം ഈ പാശ്ചാത്യർ നമ്മളിൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നുകൊണ്ട് ഇതിനെയൊക്കെ അന്ധമായിട്ട് അവരുടെ കാര്യങ്ങളെ ആരാധിച്ച് അവരിൽ ആണ് എല്ലാവരും ബുദ്ധിമാന്മാരുള്ളത് എന്ന് ഉള്ളിൽ നമ്മൾ അന്ധമായിട്ട് എല്ലാം ഈ ശാസ്ത്രം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നതൊക്കെ അതിൻ്റെ അടിത്തറയായിട്ട് വരുന്നത് അന്ധവിശ്വാസമാണ്. ആദ്യം എന്താണ്? ഇവര് പറയുന്നതിലാണ് സത്യം എന്ന് നമ്മളുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാരുടെ കാര്യങ്ങളെ അന്ധമായിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട്, പാശ്ചാത്യരെ അന്ധമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അന്ധതയെ ബലപ്പെടുത്തി യുക്തിഭദ്രമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കുറേ കാലമായിട്ട്. ഇപ്പോഴും അത് കുറേയൊക്കെയെങ്കിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുറേയൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്നാലും നമുക്ക് ഈ പാശ്ചാത്യരുടെ കൂട്ടുപിടിച്ച് നമ്മളുടെ ഈ സംസ്കാരത്തെയും നമ്മളുടെ ശാസ്ത്ര പൈതൃകത്തെയും ഒക്കെ നശിപ്പിച്ചതിന് ഒരു കണക്കെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്ര നശിപ്പിച്ചത് കാരണം അതിൻ്റെ ഒരു പുനരുദ്ധാരണം ഇനി എത്ര കണ്ട് വിജയകരമായിട്ട് സാധിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത വിധത്തിലായിപ്പോയി. ഇപ്പോഴും നമ്മളുടെ ഗവൺമെന്റ് ശേഖരത്തിൽ 50 ലക്ഷം ഗ്രന്ഥങ്ങളിലധികം 50 ലക്ഷത്തിലധികം ഗ്രന്ഥങ്ങൾ, ഈ താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ അതുപോലുള്ള ഗ്രന്ഥങ്ങൾ 50 ലക്ഷത്തിലധികം ഗവൺമെന്റ് ശേഖരത്തിലുണ്ട്. എന്താണ് സബ്ജക്റ്റ് എന്ന് വായിച്ച് പഠിക്കാൻ ഏൽപ്പിക്കാൻ തക്ക പണ്ഡിതന്മാരുടെ കുറവ് കൊണ്ട് അതിന്നും എന്താണ് അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ കിടക്കുന്നു എന്നാണ്. കുറച്ച് പണ്ഡിതന്മാരുണ്ട്, പക്ഷേ അതൊക്കെ വായിക്കാൻ കൊടുത്താൽ ഒരു ഗ്രന്ഥം പഠിക്കാൻ തന്നെ ഒരായുസ് ചിലപ്പോൾ വേണ്ടിവരും. അത്രയധികം ഈ ഗഹനങ്ങളായ കാര്യങ്ങളെ സിംബോളിക്കായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ E=mc² എന്ന് പറഞ്ഞാൽ അത് പഠിക്കണമെങ്കിൽ ഒരൊറ്റ സെന്റൻസ് ആണ്. E=mc², ഐൻസ്റ്റൈൻ്റെ ഒരൊറ്റ സെന്റൻസ് ആണ്. അത് പഠിക്കണമെങ്കിൽ അതിന് എത്രമാത്രം പഠനം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നൊന്ന് ചിന്തിക്കൂ. എന്നാലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ സെന്റൻസിന്റെ അർത്ഥം. അല്ലാണ്ട് അത് എല്ലാ ഇംഗ്ലീഷാണ്, കണക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ ഹയർ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴേ ഇതിനെ നമുക്ക് E=mc² എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ ഈ നഴ്സറി ക്ലാസ്സിൽ പഠിച്ച പോലെ E for elephant, M for monkey, C for cat എന്ന് പഠിച്ചിട്ടുള്ളവൻ വ്യാഖ്യാനിച്ചാൽ എലിഫന്റ് ആന എന്ന് പറയുന്നത് ഒരു കുരങ്ങനും 2 പൂച്ചയും ചേർന്നതാണ് ആന എന്ന് വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിച്ചാൽ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളുടെ പൈതൃകത്തെ, നമ്മളുടെ ശാസ്ത്ര പൈതൃകത്തെ മനസ്സിലാക്കാനും അതിനെ ശരിക്ക് അപഗ്രഥനം ചെയ്യാനും ശ്രമിക്കണം. അതിനകത്തൊളിഞ്ഞുകിടക്കുന്ന നിധികൾ വളരെ വലുതാണ്. അത് നമ്മളുടെ ലോകത്തുള്ള എല്ലാ നിധികൾ കൂട്ടിയാലും
അതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ അത്ര വലിയ നിധിയാണ് നമ്മളുടെ ഭാരതീയ ശാസ്ത്ര പൈതൃകത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കഠിനമായിട്ട് ശ്രമിച്ചു തുടങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ, നമഃശിവായ.